قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ليس بأمانيكم ولا أماني أهل الكتاب من يعمل سوءا يجز به ولا يجد له من دون الله وليا ولا نصيرا ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا ولله ما في السماوات وما في الأرض وكان الله بكل شيء محيطا صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും കാമിലായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമർ റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, മുസ്ലിം ലോകം ബലിപെരുന്നാളിനും ഹജ്ജിനും ബലികർമ്മത്തിനുമൊക്കെ സാക്ഷ്യം വഹിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ കർമ്മങ്ങളെല്ലാം ആഘോഷമായ ബലിപെരുന്നാളാണെങ്കിലും ബലികർമ്മമാണെങ്കിലും ഹജ്ജാണെങ്കിലും അതെല്ലാം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, തൗഹീദിൻ്റെ അമരക്കാരൻ, ഇസ്ലാമിക പ്രസ്ഥാനത്തിന് നെടുനായകത്വം വഹിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതവുമായി ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വേദഗ്രന്ഥത്തിൻ്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 67-ാമത്തെ സൂക്തത്തിൽ അള്ളാഹ് പറഞ്ഞു, മാ കാന ഇബ്രാഹിമു യഹൂദിയ്യൻ വലാ നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. മാ കാന ഇബ്രാഹിമു യഹൂദിയ്യൻ വലാ നസ്രാനിയൻ, ഇബ്രാഹിം യഹൂദനുമല്ല നസ്രാനിയുമല്ല, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, അദ്ദേഹം ഒരു ഋജുമാനസനായ വക്രതയില്ലാത്ത മുസ്ലിമാണ്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കീങ്ങളിൽ പെട്ടവനുമായിരുന്നില്ല. 95-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. കുൽ സ്വദഖല്ലാഹ് ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. അല്ലാഹു പറഞ്ഞത് എത്ര സത്യമാണ്. ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫൻ, ഋജുമാനസനായ ഇബ്രാഹിമിൻ്റെ മില്ലത്ത് പിന്തുടരുക. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവാരാധകനിൽ അല്ലെങ്കിൽ മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നില്ല. ഈ 2 സൂക്തങ്ങളും ചേർത്തു വച്ച് നമ്മൾ നോക്കുമ്പോൾ വളരെ സുപ്രധാനമായ 3 കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാകും. ഒന്നാമത്തേത്, വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവാരാധകരിൽ അല്ലെങ്കിൽ മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നില്ല. വിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് 4 അധ്യായങ്ങളിലായി 6 സ്ഥലത്ത് അല്ലാഹു ഇക്കാര്യം ഇബ്രാഹിം നബിയെക്കുറിച്ച് അറ്റസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം മുശ്രിക്കായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇബ്രാഹിം നബിയെക്കുറിച്ച് അള്ളാഹു പറയുന്നു, അദ്ദേഹം ഹനീഫായ മുസ്ലിമായിരുന്നു.
അഥവാ വക്രതയില്ലാത്ത മുസ്ലിമായിരുന്നു. വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലങ്ങളിലാണ് അള്ളാഹു ഇക്കാര്യം ഇബ്രാഹിം നബിയെക്കുറിച്ച് അറ്റസ്റ്റ് ചെയ്യുന്നത്. വക്രതയില്ലാത്ത എന്ന് സൂചിപ്പിക്കുന്ന ഖുർആനിക പദാവലിയാണ് ഹനീഫൻ എന്നത്. വിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് 10 ഇടങ്ങളിലാണ് ആ പ്രയോഗം അള്ളാഹു നടത്തുന്നത്. അതിൽ 8 സ്ഥലത്തും ആ പദം കൂട്ടിക്കെട്ടിയിരിക്കുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടാണ്. അഥവാ ഋജുമാനസനായ വക്രതയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി എന്ന് സൂചിപ്പിക്കാനായിട്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനകത്ത് പറയുന്നത്, ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിം, നിങ്ങൾ ഇബ്രാഹിമിൻ്റെ മില്ലത്ത് നിഷ്കളങ്കമായി വക്രതയില്ലാതെ നിങ്ങൾ പിന്തുടരുക. ഇങ്ങനെ 3 സുപ്രധാനമായ കാര്യങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. വിശുദ്ധ ഖുർആനിൽ 25 അധ്യായങ്ങളിലായി 120 സൂക്തങ്ങളിലായിട്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട ചരിത്രം അള്ളാഹു അനാവരണം ചെയ്യുന്നത്. ഈ സൂക്തങ്ങളെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇബ്രാഹിം മില്ലത്ത് പിന്തുടരണം എന്നാണ്. സ്വാഭാവികമായിട്ടും 4 സ്ഥലത്താണ് അല്ലാഹു നമ്മളോട് അക്കാര്യം ആവശ്യപ്പെടുന്നത്. ഇബ്രാഹിം മില്ലത്ത് എന്ന് അല്ലാഹു 7 അധ്യായങ്ങളിലായി 8 സ്ഥലത്ത് ഖുർആനിൽ എംഫസൈസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും, ഊന്നി പറയുന്നത് കാണാൻ സാധിക്കും. അതിൽ 4 സ്ഥലത്ത് നിങ്ങൾ ഇബ്രാഹിം മില്ലത്ത് പിന്തുടരുക എന്ന് അല്ലാഹു പ്രത്യേകം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒന്ന് അല്ലാഹു പറയുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അറിയൽ നമ്മുടെ ബാധ്യതയാണ്. എന്താണ് ഈ മില്ലത്ത് ഇബ്രാഹിം? എന്താണ് ക്രീഡ് ഓഫ് ഇബ്രാഹിം? ഇബ്രാഹിമിൻ്റെ മില്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പിന്തുടരാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കെ എന്താണ് ഇബ്രാഹിം മില്ലത്ത് എന്നറിയൽ നമ്മുടെ ഒരാവശ്യമാണ്. ഞാൻ പറഞ്ഞു 25 അധ്യായങ്ങളിലായി 125 സൂക്തങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ ഇബ്രാഹിം മില്ലത്ത്, ഇബ്രാഹിം നബിയുടെ ഏതെങ്കിലും പർട്ടിക്കുലറായിട്ടുള്ള ഏതെങ്കിലും ഒരു അനുഷ്ഠാന കർമ്മത്തെ പിന്തുടരാനല്ല അള്ളാഹു ഇതിലൂടെ ആവശ്യപ്പെടുന്നത്. ഇബ്രാഹിം നബി ചെയ്ത ഏതെങ്കിലും ഒരു അനുഷ്ഠാന കർമ്മത്തെ നിങ്ങൾ പിന്തുടരണം, അതാണ് മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുന്നത് എന്നാൽ നമുക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലാവില്ല. കാരണം അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന അനുഷ്ഠാന കർമ്മങ്ങളുടെ ഒരു വിശദീകരണങ്ങളൊന്നും ഖുർആനിൽ ഇബ്രാഹിം നബിയുടേതായിട്ട് നമുക്ക് കാണാനും സാധ്യമല്ല. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിം, ഇബ്രാഹിമിൻ്റെ പാത പിന്തുടരുക എന്ന് പറയുമ്പോൾ ഈ ആയത്തുകളും ഈ സംഗതികളും ഒക്കെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ മുശ്രിക്കുകളിൽ പെടരുത്, നിങ്ങൾ വക്രതയില്ലാത്ത മുസ്ലിമായി മാറണം. ഇതാണ് ഇബ്രാഹിം മില്ലത്ത്. ഇതാണ് ഇബ്രാഹിം മില്ലത്ത്. നിങ്ങൾ ഇബ്രാഹിം മില്ലത്ത് പിന്തുടരുക എന്ന് പറയുമ്പോൾ അല്ലാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മുശ്രിക്കീങ്ങളിൽ പെട്ടവനായി മാറരുത്, നിങ്ങൾ വക്രതയില്ലാത്ത നിഷ്കളങ്കരായ ഋജുമാനസരായ മുസ്ലിമായി മാറണം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക, അതിനെന്താണ് ഇപ്പോൾ പ്രശ്നം? അത് ഓൾറെഡി ഇപ്പം ഞാനാണല്ലോ, അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പം ഞങ്ങളാണല്ലോ, മുസ്ലിങ്ങളാണല്ലോ, അപ്പം അതുകൊണ്ട് ഇബ്രാഹിം മില്ലത്തിലാണല്ലോ ഇപ്പം ഞങ്ങളുള്ളത് എന്ന ഒരു തോന്നലാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. എന്നാൽ ഈ പറഞ്ഞത് വെച്ചിട്ട് മറ്റു ചില സംഗതികൾ കൂടി നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ ഫഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം 33-ാമത്തെ വചനമാണിത്. ദഅ ഇലല്ലാഹ്, അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും വഅമില സ്വാലിഹൻ, സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും, ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് പറയുകയും ചെയ്യുന്നവനേക്കാൾ നല്ലത് പറഞ്ഞത് മറ്റാരാണുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക, മുസ്ലിം സമുദായത്തിൽ പെട്ടവനാണ് ഞാൻ എന്ന് പറയുന്നതിൻ്റെ അന്തസ്സിനെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത് എന്നാണ് നമുക്ക് തോന്നാറുള്ളത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ ഇരുപ്പിൽ തോന്നിയിട്ടുണ്ടാവുക അതാണ്. അനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്, ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ തീർച്ചയായിട്ടും മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് പറയുന്നവനേക്കാൾ നല്ലത് പറഞ്ഞത് ആരാണ് എന്നാണ്.
ഓൾറെഡി നമ്മൾ മുസ്ലിം ആണല്ലോ എന്ന ഒരു വിചാരമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അതിനപ്പുറത്തേക്ക് നമ്മുടെ ചിന്ത പോകാറില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദിവസത്തിൽ നമസ്കരിക്കുന്ന ഒരാൾ 5 പ്രാവശ്യങ്ങളിലായിട്ട് 10 തവണ ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്, ഞാൻ വക്രതയില്ലാത്ത ഋജുമാനസനായ സ്ട്രൈറ്റ് ഫോർവേഡായിട്ടുള്ള മുസ്ലിമാണ് എന്ന് 5 വഖത്ത് നമസ്കാരങ്ങളിലൂടെ 10 തവണ അള്ളാഹുവിനോട് പറയുന്നുണ്ട്. ഞാൻ മുസ്ലിമാണ് എന്ന് പറയുക മാത്രമല്ല, അതിനെ ഒരു അഡ്ജക്റ്റീവ് കൂടി, ഒരു വിശേഷണവും കൂടി ചേർത്തിട്ട് പറയുകയാണ്, ഞാൻ വക്രതയില്ലാത്ത മുസ്ലിമാണ്. ഇങ്ങനെ 10 പ്രാവശ്യം പറയുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് തോന്നിയിട്ടുണ്ടോ ഞാൻ അങ്ങനെ വക്രതയില്ലാത്ത മുസ്ലിമാണ് എന്ന് പറയാൻ കഴിയുമോ എന്ന ഒരു ഗൗരവമായ ചിന്ത നാളിതുവരെ വജ്ജഹത്ത് ഓതി ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മെ അലട്ടിയിട്ടുണ്ടോ? നമ്മെ അലട്ടിയിട്ടുണ്ടാവില്ല. വിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 101-ാം വചനത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. തൗഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. അല്ലാഹുവേ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ. വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ ഗണത്തിൽ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. ഈ പ്രാർത്ഥനയുടെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മൾ ദിവസവും പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ തവഫനാ മുസ്ലിമൻ വഅൽഹിഖ്നാ ബിസ്വാലിഹീൻ, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. ഞങ്ങളെ നീ മുസ്ലിങ്ങളാക്കി മരിപ്പിക്കണമേ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണമേ എന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന നടത്തുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ആശങ്കയുണ്ടായിട്ടുണ്ടോ ഞാൻ മുസ്ലിമായിട്ടല്ലാതെ മരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ടോ? നമ്മൾ നിരന്തരം നടത്തുന്ന പ്രാർത്ഥനയല്ലേ അത്? മുസ്ലിമാക്കി നീ മരിപ്പിക്കണമേ തമ്പുരാനെ, എന്നെ അല്ലെങ്കിൽ ഞങ്ങളെ നീ മരിപ്പിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥന കാമ്യം പറയുമ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ മുസ്ലിം അല്ലാതെ മരിക്കാനുള്ള സാധ്യത, ആ സംഗതിയെക്കുറിച്ച് ഒരാശങ്ക നമ്മെ അടിപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 102-ാമത്തെ വചനത്തിൽ അല്ലാഹു സത്യവിശ്വാസികളെ യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണല്ലോ പറയുന്നത്, നിങ്ങൾ തഖ്വ പാലിക്കണം, പാലിക്കേണ്ട വിധം പാലിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് എന്ന് അല്ലാഹു ആവശ്യപ്പെടുന്നു വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട്. ഈ ആയത്ത് കേൾക്കുമ്പോൾ, ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ടോ ഞാൻ മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകുമോ? നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതും ആലോചിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ആശങ്ക ഇല്ലാത്തതിൻ്റെ കാരണം, മുസ്ലിമാവുക എന്ന് പറഞ്ഞത് ഏത് ഉദ്ദേശത്തിലാണ് എന്ന് നമുക്ക് വേണ്ടത്ര അളവിൽ തിരിഞ്ഞിട്ടില്ല എന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം ആവുക എന്ന് പറയുന്നതിൻ്റെ ക്രൈറ്റീരിയ വിശുദ്ധ ഖുർആൻ വച്ചിട്ടുള്ള ക്രൈറ്റീരിയ അല്ല. വിശുദ്ധ ഖുർആൻ വച്ച ക്രൈറ്റീരിയ അല്ലെങ്കിൽ പാരാമീറ്റർ അല്ല നമ്മൾ മുസ്ലിം ആവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരാൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ, ഒരാൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാൽ അയാൾ മുസ്ലിമാണ്. നമുക്കൊരാൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരാൾ മുസ്ലിമായി, ഇസ്ലാമിൽ പ്രവേശിച്ചു. അവൻ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും മറ്റേത് മതസ്ഥനാണെങ്കിലും അവനൊരു വാചകം ചൊല്ലിയാൽ അവൻ മുസ്ലിമായി. ഇതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള മുസ്ലിം ആവുക എന്ന് പറയുന്നത്. മുസ്ലിം അല്ലാതെ മരിക്കുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരാൾ മുസ്ലിമായ നേരത്തെ പറഞ്ഞ രൂപത്തിൽ മുസ്ലിമായ ആളുകൾ പിന്നെ അവർ മുസ്ലിം ആയിട്ടല്ലാതെ മരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അയാൾ ഒന്നുകിൽ മതം മാറി ഹിന്ദു ആകണം, അല്ലെങ്കിൽ അയാൾ ക്രിസ്ത്യാനിയാകണം, ഏറ്റവും ചുരുങ്ങിയത് അയാൾ നാസ്തികനോ എക്സ് മുസ്ലിമോ ആകണം. അപ്പോഴാണ് അയാൾ മുസ്ലിം അല്ലാതായി മരിക്കുക എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചാൽ, മുസ്ലിം ആവുക എന്നതിൻ്റെ നമ്മുടെ പാരാമീറ്റർ തെറ്റിയതാണ്, നമ്മുടെ അളവുകോല് തെറ്റിയതാണ്. അതുകൊണ്ട് തന്നെ ആ അളവുകോല് തെറ്റിയിരിക്കുന്നത് കൊണ്ട് തന്നെ
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ ആരും മുസ്ലിം അല്ല, ഇബ്രാഹിം മാത്രമാണ് മുസ്ലിം എന്ന് തോന്നുന്ന വിധത്തിൽ അല്ലാഹു നിരന്തരം ഹനീഫൻ മുസ്ലിമൻ ഹനീഫൻ മുസ്ലിമൻ എന്ന് ആവർത്തിക്കുമ്പോൾ ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം ഹനീഫാണ്, ഇബ്രാഹിം മുസ്ലിമാണ്, ഇബ്രാഹിം മുശ്രിക്കല്ല എന്ന് ആവർത്തിച്ച് അറ്റസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നിപ്പോവും ഇതെന്താണിത്, ഇബ്രാഹിം മാത്രം മുസ്ലിം ആയിട്ടുള്ളൂ ഇവിടെ എന്ന് അല്ലാഹ് പറയുന്നത് പോലെ നമുക്ക് തോന്നുന്നു ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം, അല്ലെങ്കിൽ അതിനൊരു ഗൗരവം നമ്മൾ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇബ്രാഹിം മില്ലത്ത് എന്ന് പറയുന്ന സംഗതിക്ക് ഒരു ഗൗരവം നമ്മൾ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ മുസ്ലിം ആവുക എന്ന് പറയുന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു പ്രിസൈസ് ആയിട്ടുള്ള വ്യക്തമായ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുണ്ടാകുമ്പോഴാണ് അല്ലാഹ് എന്താ ഇബ്രാഹിമിനെ കുറിച്ച് ആവർത്തിച്ച് ഇബ്രാഹിം മുസ്ലിമാണ്, ഇബ്രാഹിം മുസ്ലിമാണ്, ഇബ്രാഹിം മുശ്രിക്കായിരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഇബ്രാഹിമിന്റെ ബാധ പിന്തുടരൂ എന്നൊക്കെ ആവർത്തിച്ച് പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ മുസ്ലിം ആവുക എന്നതിൻ്റെ ഖുർആനികമായ ദൈവികമായ പാരാമീറ്റർ, അതിൻ്റെ അളവുകോൽ, അതിൻ്റെ മാനദണ്ഡം നമുക്ക് മനസ്സിലാകണം. മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ മുസ്ലിമായ മാതാപിതാക്കളുടെ മകനായി ജനിക്കുക എന്നതല്ല. മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ ഒരാൾ ആരെയെങ്കിലും കൂടെ നിർത്തിയിട്ട് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച് പിന്നെ ആജീവനാന്ത ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നതല്ല. നമ്മളുടെ സമൂഹം ഇപ്പം അങ്ങനെയാണല്ലോ. ജനറ്റിക്കലായിട്ട് പകർന്നു കിട്ടുന്ന ഒന്നല്ല. നേരത്തെ നടത്തിയ ചില ഖുതുബകളിൽ വളരെ വിശദമായിട്ട് ഞാൻ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. ജനറ്റിക്കലായിട്ട് പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടുന്ന ഒന്നല്ല മുസ്ലിം ആവുക എന്ന് പറയുന്നത്. ഓരോ നിമിഷവും ഓരോ മനുഷ്യരും മുസ്ലിമായ ഓരോരുത്തരും മുസ്ലിം ആയിക്കൊണ്ടേയിരിക്കണം. മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ, സദ്വൃത്തനായിക്കൊണ്ട് സർവാത്മന അള്ളാഹുവിന് സമർപ്പിക്കലാണ് മുസ്ലിം ആവുക എന്നതിൻ്റെ ഖുർആനിക ഭാഷ്യം. മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ, സദ്വൃത്തനായിക്കൊണ്ട് സർവാത്മന സമർപ്പിക്കുക. The complete and perfect submission to God or Allah, the complete and perfect dedication to God or Allah, അള്ളാഹ്ക്ക് സമ്പൂർണമായി സമർപ്പിക്കുക. ദൈവികമായ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തെ അനുനിമിഷം മുന്നോട്ട് കൊണ്ടുപോവുക. ഇതാണ് മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ. ഈ സമ്പൂർണമായി ജീവിതം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ഘട്ടത്തിലും നമ്മൾ ഒരാളുമായി ഒരു ഒത്തുതീർപ്പിലെത്തരുത്. പിശാചുമായി ഒരു ഒത്തുതീർപ്പില്ല, സ്വന്തം ദേഹേച്ഛകളുമായി ഒരു ഒത്തുതീർപ്പില്ല, വ്യക്തികളോട് നമുക്കൊരു ഒത്തുതീർപ്പില്ല, വ്യവസ്ഥിതിയോടും ആ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പില്ല. മുസ്ലിം ആവുക എന്ന കാര്യത്തിൽ വ്യവസ്ഥിതിയോട് നമുക്കൊരു ഒത്തുതീർപ്പില്ല, വ്യക്തിയോട് നമുക്കൊരു ഒത്തുതീർപ്പില്ല, പിശാചിനോട് നമുക്കൊരു ഒത്തുതീർപ്പില്ല, ദേഹേച്ഛകളോട് നമുക്കൊരു ഒത്തുതീർപ്പില്ല. ഇതാണ് മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തും സമകാലീന മുസ്ലിം സമൂഹത്തിന്റെ മില്ലത്തും തമ്മിൽ വേർതിരിയുന്നത് ഇവിടെ വച്ചാണ്. ഇത് നാം വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് വേർപിരിയുന്നത്, മുസ്ലിം മില്ലത്തുമായി വേർപിരിയുന്നത് ഈ പോയിന്റിൽ വെച്ചിട്ടാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് അള്ളാഹു അനുവദിച്ച ജീവിത സമയത്ത് ഒരിക്കൽ പോലും അദ്ദേഹം അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമാകുന്ന കാര്യത്തിൽ സ്വന്തം ദേഹേച്ഛയോട് ഒരു കോംപ്രമൈസിനും അദ്ദേഹം സന്നദ്ധമായില്ല. പുരോഹിതന്മാരോട് അദ്ദേഹം ഒരു ഘട്ടത്തിലും കോംപ്രമൈസിന് സന്നദ്ധമായിട്ടില്ല. വ്യവസ്ഥിതിയോട് അദ്ദേഹം ഒരർത്ഥത്തിലും കോംപ്രമൈസിനോ വിട്ടുവീഴ്ചക്കോ സന്നദ്ധമായിട്ടില്ല. തൻ്റെ ദേഹേച്ഛയോട് സന്നദ്ധമായിട്ടില്ല. പിശാചിനോട് അദ്ദേഹം ഒരു ഘട്ടത്തിലും ഒരു ഡീലിനും അദ്ദേഹം സന്നദ്ധമായിട്ടില്ല. അതേസമയം നമ്മൾ ജീവിതത്തിൻ്റെ ഒട്ടുമിക്ക ഘട്ടങ്ങളിലും പിശാചുമായും ദേഹേച്ഛയുമായും വ്യക്തികളുമായും വ്യവസ്ഥിതികളുമായും മുട്ടിന് ഒത്തുതീർപ്പിലെത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇബ്രാഹിം മില്ലത്തും നമ്മുടെ മില്ലത്തും തമ്മിലുള്ള വ്യത്യാസം. സമകാലീന കറന്റ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മില്ലത്തും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അഥവാ തൗഹീദിന്റെ അമരക്കാരന്റെ മില്ലത്തും തമ്മിൽ വേർപിരിയുന്നതും വ്യത്യാസപ്പെടുന്നതും ഇവിടെയാണ്. നമ്മൾ എങ്ങനെയാണ് ഈ മുട്ടിന് ഒത്തുതീർപ്പിലെത്തുക എന്ന് പറഞ്ഞാൽ, ഒരു ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അഫതൂമിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്,
അഥവാ വേദഗ്രന്ഥത്തിലെ ചില വചനങ്ങൾ അംഗീകരിക്കുകയും ചില വചനങ്ങൾ നിഷേധിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒത്തുതീർപ്പിലെത്തുന്നത്. വേദഗ്രന്ഥത്തിലെ ചില വചനങ്ങൾ നിഷേധിക്കുക, ചില വചനങ്ങൾ അംഗീകരിക്കുക. ഇത് ബനൂ ഇസ്രായേലിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണത്. അതുകൊണ്ട് അല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ആകരുത് എന്നാണ്. നിങ്ങൾ ഇങ്ങനെ ആകരുത്. വേദഗ്രന്ഥത്തിലെ നിങ്ങൾക്ക് പറ്റിയ നിയമങ്ങൾ നിങ്ങൾ സ്വീകരിക്കും, അതേ വേദഗ്രന്ഥത്തിലെ തന്നെ നിങ്ങൾക്ക് പറ്റാത്ത നിയമങ്ങൾ നിങ്ങൾ അതിനെ മറികടക്കും. അതിന്റെ ഉദാഹരണ സഹിതം നമ്മൾ പറഞ്ഞതാണ്. ലാഭനഷ്ടവും നേട്ടക്കോട്ടവും ഇഷ്ടനഷ്ടവും ഒക്കെ നോക്കിയാണ് അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിന്റെ നിയമാവലികളെ നമ്മൾ ജീവിതത്തിൽ അംഗീകരിക്കുന്നത്. അതിന്റെ ബാക്കി വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറൻ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ യബിഅ ദീനഹു ബിഅർളിൻ മിനദ് ദുനിയ. ചില ആളുകളുണ്ട്, അവരുടെ പ്രത്യേകത യുസ്ബിഹു റജുലു മുഅ്മിനൻ, അവർ രാവിലെ മുഅ്മിനായിരിക്കും, വൈകുന്നേരം ആകുമ്പോൾ അവർ കാഫിറാവും. രാവിലെ കാഫിറായിരിക്കും, വൈകുന്നേരം ആകുമ്പോൾ അവർ മുഅ്മിനാകും. ഇങ്ങനെയുള്ള ആളുകൾ എന്താണ് അവരുടെ പ്രത്യേകത? യബിഅ ദീനഹു ബിഅർളിൻ മിനദ് ദുനിയ, ദുനിയാവിന് വേണ്ടി അവർ ദീനിനെ വിൽക്കും എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വേദഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ അംഗീകരിക്കുകയും ചില ഭാഗങ്ങൾ നിഷേധിക്കുകയും ചെയ്തവരെ കുറിച്ച് ഖുർആനും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഉലൈകല്ലദീന ഇസ്തറഉൽ ഹയാത്തദ് ദുനിയ ബിൽ ആഖിറ, ആഖിറത്തിന് വേണ്ടി അവർ, ദുനിയാവിന് വേണ്ടി അവർ ആഖിറത്തെ വിറ്റവരാണ്. ദുനിയാവിന് വേണ്ടി ആഖിറത്തെ വിറ്റവരാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. ആ കാര്യം പറയുമ്പോൾ അള്ളാഹ് അവരോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അഫതൂമിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ് ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസിയദ് ദുനിയ ഫിൽ ആഖിറ വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ ഉലൈകല്ലദീന ഇസ്തറഉൽ ഹയാത്തദ് ദുനിയ ബിൽ ആഖിറ ഫലാ യുഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻസറൂൻ. ഈ പണി ആരെങ്കിലും ചെയ്താലുണ്ടല്ലോ, ഈ പണി ആരെങ്കിലും ചെയ്താൽ ദുനിയാവിൽ അവർ നിന്ദിതരാകും. നാളെ പരലോകത്ത് വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്, കഠോരമായ ശിക്ഷക്ക് അവർ വിധേയരാക്കപ്പെടുകയും ചെയ്യും. പരലോകത്ത് ചെല്ലുമ്പോൾ ശിക്ഷയുടെ കാര്യത്തിൽ ഒരു ഇളവും അവർക്കുണ്ടാവില്ല. അവരെ സഹായിക്കാൻ അവിടെ ആരും തന്നെ ഉണ്ടാവില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളും ഗൗരവത്തോടു കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തന്ത്രങ്ങളുണ്ടല്ലോ, ഈ തന്ത്രങ്ങളെ കുറിച്ചൊന്നും ഈ തന്ത്രങ്ങളെ കുറിച്ച് അള്ളാഹ് അശ്രദ്ധനാണ്, അള്ളാഹ് ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് ഇരിക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമ്മൾ അങ്ങനെ ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് പറ്റിയ പോയിന്റിലൊക്കെ ഒന്നുകിൽ പിശാചുമായി, അല്ലെങ്കിൽ ദേഹേച്ഛയുമായി, അല്ലെങ്കിൽ വ്യവസ്ഥിതിയുമായി, അല്ലെങ്കിൽ വ്യക്തികളുമായി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ നാം ഡീലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഒത്തുതീർപ്പിലെത്തിക്കൊണ്ടിരിക്കുകയാണ്, വിട്ടുവീഴ്ചക്ക് കോംപ്രമൈസിന് സന്നദ്ധമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഘട്ടത്തിലും ഒരു വിട്ടുവീഴ്ചക്കും അദ്ദേഹം സന്നദ്ധമായില്ല. ഖുർആൻ അങ്ങനെയാണ് അത് ആ പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ആ പ്രവാചകനെ പരിചയപ്പെടുത്തിയിട്ടാണ് അല്ലാഹ് പറയുന്നത്, ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം ഹനീഫ, നിങ്ങൾ ഋജുമാനസനായി വക്രതയില്ലാതെ ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരുക. ഇത് പ്രവാചകനോട് പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് സത്യവിശ്വാസികളോട് പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകാ പുരുഷനായി നമുക്കെല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നാണ് മുഹമ്മദ് നബിയെ. എന്നിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നിങ്ങൾ ഫോളോ ചെയ്യണം, അദ്ദേഹത്തിന്റെ മില്ലത്ത് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് മുഹമ്മദ് നബിയോടടക്കം പറയുകയാണ്. അദ്ദേഹത്തിൽ മാതൃകയുണ്ട്, അദ്ദേഹത്തിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി പറയുന്നു. അപ്പോൾ ഇതാണ് ഇബ്രാഹിം മില്ലത്ത്. ഈ മില്ലത്ത്, ഈ ഇബ്രാഹിം മില്ലത്ത്, ഈ മുസ്ലിം ആവുക എന്ന് പറയുന്നത് തിരിഞ്ഞാലാണ് അള്ളാഹുവെ മുസ്ലിമായിട്ടല്ലാതെ നീ മരിപ്പിക്കരുതേ, ഞങ്ങളെ നീ മുസ്ലിമായിട്ട് മരിപ്പിക്കണമേ എന്നൊക്കെയുള്ള വാചകങ്ങൾ. അനമിനൽ മുസ്ലിമീൻ, ഹനീഫൻ മുസ്ലിമീൻ, ഹനീഫൻ മുസ്ലിമൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, അതിൻ്റെ ആഴം എത്രയാണ്, അതിൻ്റെ പരപ്പെത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇത് മനസ്സിലാകണം.
അപ്പോഴാണ് ഏത് നിമിഷവും നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ രാവിലെ മുസ്ലിം ആകും പിന്നെ കാഫിറാകും. ഈ രാവിലെ മുസ്ലിം ആകും പിന്നെ കാഫിറാകും എന്ന് പറഞ്ഞാൽ രാവിലെ ഒരാൾ മുസ്ലിം ആകും വൈകുന്നേരം ഹിന്ദു ആവുന്നല്ല. രാവിലെ ഒരാൾ മുസ്ലിം ആകും വൈകുന്നേരം ആകുമ്പോൾ ക്രിസ്ത്യാനി ആവുന്നല്ല. രാവിലെ ഒരാൾ മുസ്ലിം ആകും വൈകുന്നേരം ആകുമ്പോൾ നിരീശ്വരവാദി ആവുന്നല്ല. രാവിലെ ഒരാൾ മുസ്ലിം ആകും വൈകുന്നേരം ആകുമ്പോൾ മറ്റൊരു ആരിഫ് ഹുസൈൻ ആകും എന്നല്ല പറയുന്നത്. മറിച്ച് ദൈവിക നിയമങ്ങളെ ദുനിയാവിന് വേണ്ടിയിട്ട് നീക്കുപോക്കുകൾ നടത്തിക്കൊണ്ടിരിക്കും, അവർ വിറ്റുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. എത്ര മനോഹരമായ ഒരു പ്രവാചകന്റെ ആവിഷ്കാരമാണതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. അവിടെ ഉപയോഗിച്ച പദങ്ങൾ മൂമിൻ കാഫിർ എന്നാണ് എന്നേ ഉള്ളൂ. ആ പറയുന്നതിന് അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്ന മോമിൻ കാഫർ അല്ല. അത് ജീവിതത്തിൽ സ്വീകരിക്കുക, തരം പോലെ തിരസ്കരിക്കുക, അതൊരു കുഫറാണ്. അതാണ് മുസ്ലിം ഉമ്മത്ത് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പല സംഗതികളും എവിടെയും ഏശാതെ പോകുന്നത്. ഹജ്ജിന്റെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ലക്ഷക്കണക്കിന് മനുഷ്യർ കഅബയുടെ കില്ല പിടിച്ചും പിന്നെ കില്ല ചൂണ്ടിയും ഇന്നലകളിൽ നമ്മൾ കണ്ടതാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ അറഫയിലിരുന്ന് അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും ഈ സമുദായം എവിടെ എത്താത്തതും ഇതിന്റെ കാര്യം അന്വേഷിക്കേണ്ടതും ഇവിടെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആകുന്നത്? ഖിസിയദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ഈ പണി ചെയ്താൽ നിങ്ങൾ നിന്ദിതരായി മാറും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടി പറഞ്ഞത് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു ബഹുദൈവാരാധകനല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം. പക്ഷേ നമ്മളൊരു ഹനീഫൻ മുസ്ലിമാണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയുമോ? നമ്മളൊരു ബഹുദൈവാരാധകനല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം. കാരണം നമ്മൾ ബഹുദൈവാരാധന നടത്തുന്നില്ല. പക്ഷെ അതിൻ്റെ മറുപുറം ഇബ്രാഹിമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹ് എന്താ പറഞ്ഞത്? അദ്ദേഹം മുശ്രിക്കായിരുന്നില്ല. അദ്ദേഹം അതവിടെ അവസാനിപ്പിക്കുകയല്ല അല്ലാഹ് ചെയ്തത്. അല്ലാഹ് പിന്നെ പറയുന്നത് അദ്ദേഹം മുസ്ലിം ആയിരുന്നു എന്നാണ്. അദ്ദേഹം മുശ്രിക്കായിരുന്നില്ല എന്ന് പറഞ്ഞ പോരെ? അല്ലെങ്കിൽ അദ്ദേഹം മുസ്ലിം ആയിരുന്നു എന്ന് പറഞ്ഞ പോരെ? ഇത് രണ്ടും പറയുന്നതിനൊരു യുക്തിയുണ്ട്. അദ്ദേഹം മുശ്രിക്കായിരുന്നില്ല, അദ്ദേഹം മുസ്ലിമായിരുന്നു, ഋജുമാനസനായ മുസ്ലിമായിരുന്നു. ഇനി നമ്മുടെ സാധാരണ ഭാഷയിൽ ബഹുദൈവാരാധനയാണത്. ശിർക്ക് എന്താണെന്നുള്ളത് വേറെ, അത് എത്രത്തോളം വിശാലമായ അർത്ഥസങ്കല്പങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ളത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതും പഠിക്കേണ്ടതുമാണ്. ഇപ്പൊ തൽക്കാലം നമുക്ക് സാമ്പ്രദായികമായി നമ്മൾ അതിന് പറയുന്ന ഒരു അർത്ഥമുണ്ട്. ബഹുദൈവാരാധകൻ എന്നൊക്കെയാണ് നമ്മൾ അതിന് പറയുന്നത്. അങ്ങനെ ആ അർത്ഥത്തിൽ നമ്മളൊരു ബഹുദൈവാരാധകനല്ലായിരിക്കാം. പക്ഷേ നമ്മൾ അതുകൊണ്ട് മുസ്ലിമാണ് എന്ന് പറയാൻ കഴിയുമോ? പറയാൻ കഴിയില്ല. നമുക്ക് മുസ്ലിമാകാൻ കഴിയണമെങ്കിൽ, ഋജുമാനസനായ മുസ്ലിമാകാൻ കഴിയണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം പലതും ബലി നൽകേണ്ടി വരും. ഇഷ്ടപ്പെട്ടത് പലതും നഷ്ടപ്പെടുത്തേണ്ടി വരും. പലതും നാം ബലി നൽകേണ്ടി വരും. ഒരുപാട് പോത്തിനെ ബലി നൽകേണ്ടി വരും എന്നല്ല ഞാൻ പറഞ്ഞത്. പോത്തിനേക്കാൾ മൂല്യമുള്ളതിനെ നമ്മൾ ബലി നൽകേണ്ടി വരും. ഇഷ്ടപ്പെട്ട പലതും നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും. വേണ്ടപ്പെട്ടത് അള്ളാഹുവിന് വേണ്ടി പലതും നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും. അതാണ് ബലി എന്ന് പറയുന്നത്. ഒരു ബലിമൃഗത്തെ വാങ്ങുന്നതിൽ ഒരു 10,000 രൂപ കൊടുത്ത് ഷെയർ വാങ്ങുക എന്ന് പറയുന്നത് അത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. 80,000 രൂപ കൊടുത്തൊരു പോത്തിനെ വാങ്ങി അറുക്കുക എന്ന് പറയുന്നത് അത്ര വല്ലാത്ത ബലി നൽകലാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല. അതുപോലെ തന്നെ അറവുകാരൻ വന്ന് മുഴുത്ത കയറുകൊണ്ട് കാലും കൈയും കൂച്ചിക്കെട്ടി മറിച്ചിട്ട് തരുന്ന മിണ്ടാപ്രാണിയുടെ കഴുത്തിൽ കത്തിവെക്കുക എന്ന് പറയുന്നത് അത് ഏത് വിരുവിനും സാധിക്കും. അത് അത്ര വലിയ കർമ്മമായിട്ടൊന്നും നമ്മൾ കാണേണ്ടതില്ല. അതത്ര വലിയ ബലിയായിട്ട് നമ്മൾ കാണേണ്ടതില്ല. ബലി എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ ബലി എന്ന് പറഞ്ഞാൽ അതതിൻ്റെ പ്രതീകാത്മകമായ ബലിയാണ്. യഥാർത്ഥ ബലി അതല്ല, അത് സിംബോളിക് ബലിയാണത്. യഥാർത്ഥ ബലി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി വേണ്ടാന്ന് വെക്കേണ്ടതുണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കുക, അള്ളാഹുവിന് വേണ്ടി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൊടുക്കുക. അതാണ് യഥാർത്ഥ ബലി. ആ ബലികർമ്മം നിരന്തരം നിർവഹിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുസ്ലിമാകാൻ കഴിയൂ. മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തിൽ അംഗമാവുക എന്നല്ല, അള്ളാഹുവിന് സമർപ്പിക്കുക എന്നാണ്. മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ, സദ്വൃത്തനായിക്കൊണ്ട് സമ്പൂർണ്ണമായി അള്ളാഹുവിന് സമർപ്പിക്കുക. ദി കംപ്ലീറ്റ് ഡെഡിക്കേഷൻ, ദി കംപ്ലീറ്റ് സബ്മിഷൻ. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്ര നാളുകളായി ഇബ്രാഹിം മില്ലത്തിനെ കുറിച്ച് വാചാലമാകുന്നു, ഞാൻ വാചാലമാകുന്നു, നിങ്ങൾ കേൾക്കുന്നു.
എത്രയോ മൃഗങ്ങളെയാണ്, മിണ്ടാപ്രാണികളെയാണ് പേരിൽ നമ്മൾ അറുത്തു മാറ്റിയിട്ടുള്ളത്. എത്രയോ പെരുന്നാളുകളാണ് നമ്മൾ ആഘോഷിച്ചിട്ടുള്ളത്. എന്നിട്ട് എന്തുണ്ടായി? ഇബ്രാഹിം മില്ലത്ത് ഒരു സൈഡിൽ കിടക്കുന്നു, മുസ്ലിം ഉമ്മത്തിൻ്റെ മില്ലത്ത് വേറൊരു സൈഡിൽ കിടക്കുന്നു. ഈ വൈരുദ്ധ്യം ഉണ്ടല്ലോ, ഈ വൈരുദ്ധ്യം അവസാനിപ്പിക്കുക, ഈ വൈരുദ്ധ്യം കുറച്ചു കൊണ്ടുവരിക എന്നതാണ് മുസ്ലിം സമൂഹത്തോട് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയൊരു ആവശ്യം. അല്ലെങ്കിൽ മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നതാണ്. ഇബ്രാഹിം മില്ലത്തും സമകാലീന മുസ്ലിം ഉമ്മത്തിൻ്റെ മില്ലത്തും തമ്മിൽ വലിയ അളവിലുള്ള കോൺട്രാഡിക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഈ കോൺട്രാഡിക്ഷൻ മുസ്ലിം സമൂഹം ഈ സമകാലീന ലോകത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഫാസിസത്തെക്കാൾ വലിയ വെല്ലുവിളിയാണ്. ഫാസിസത്തിന്റെ വെല്ലുവിളി ഈ ദുനിയാവിൽ മാത്രമാണ് ഉണ്ടാവുക. പരലോകത്തേക്ക് ഒരിക്കലും ഫാസിസത്തിന്റെ വെല്ലുവിളി വലിഞ്ഞു നീളില്ല. ഈ വൈരുദ്ധ്യം നമ്മൾ നിലനിർത്തിയാൽ അത് ദുനിയാവിലും നമുക്ക് വെല്ലുവിളിയാണ്, നാളെ പരലോകത്തും നമുക്ക് വെല്ലുവിളിയാണ്. പരലോകത്തും നമുക്ക് വെല്ലുവിളിയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ ആരെങ്കിലും ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ ഖിസിയദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ എന്താകും? നിങ്ങൾ നിന്ദ്യരായി മാറും. വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്, നിങ്ങളെ നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ ഒരിക്കലും വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത ശിക്ഷകൾ നിങ്ങളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കും എന്ന് അള്ളാഹ് പറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ വൈരുദ്ധ്യം വ്യക്തി എന്നുള്ള നിലക്കും ഒരു സമുദായം എന്നുള്ള നിലക്കും ഇബ്രാഹിം മില്ലത്തും നമ്മളാകുന്ന കമ്മ്യൂണിറ്റിയുടെ മില്ലത്തും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം നമ്മൾ പരമാവധി കുറച്ചു കൊണ്ടുവരിക, അത് കുറക്കുക എന്ന ടാസ്ക്കാണ് സമകാലീന ലോകത്ത്, സമകാലീന ലോകം പറയുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും അതിശക്തമായ ഭാഷയിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഇബ്രാഹിം മില്ലത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ, ആ ഇബ്രാഹിം മില്ലത്തും തൻ്റെ ജീവിതവും തമ്മിൽ ഉണ്ടായിട്ടുള്ള വൈരുദ്ധ്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് മുസ്ലിമായി ജീവിക്കുവാനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുമ്പോൾ അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറയുവാനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.